ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ, പൈനാപ്പിൾ എന്നിവയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ ഞാൻ പച്ചമുളക് ഒന്നും തന്നെ ചേർക്കുന്നില്ല. പച്ചമുളക് ചേർത്താൽ മധുരം അങ്ങ് പോകും. പൈനാപ്പിൾ പുളിശ്ശേരിക്ക് നല്ല മധുരത്തിൽ വേണം ഇരിക്കാൻ. അതുകൊണ്ട് ഞാൻ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൽ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ തീ കുറച്ച് വെക്കണം. ഒരിക്കലും അരപ്പ് തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് അരപ്പ് അരച്ച അതേ ജാറിൽ തന്നെ തൈര് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളയ്ക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, തിളയ്ക്കാൻ പാടില്ല. ചെറുതായി ഒന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവൂ. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ചുവന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുളിശ്ശേരി ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താളിക്കാം. എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാകും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.